വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായി സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിലെ ഒരു ദിവസമാണ്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹെയർ സിറൊക്കെ ഇട്ട് കൊടുത്ത് മുടി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ മോന് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. വെയിലുണ്ട് പുറത്തുനിന്നല്ല. പിന്നെ മൂത്ത ആൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് വീഡിയോസ് എടുക്കുന്നത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇന്ന് ആളുടെ മൂഡ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ചില സമയത്ത് കുഴപ്പമുണ്ടാവില്ല, ചില സമയത്ത് ഇഷ്ടമല്ല വീഡിയോസ് ഒന്നും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടമുള്ള സമയത്ത് മാത്രമേ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ നിർബന്ധിച്ചൊന്നും എടുക്കാറില്ല. ഇപ്പോൾ ഞങ്ങൾ പോണത് ഒരു പാർക്കിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പാർക്ക്, ഹാമിൽട്ടൺ പാർക്ക്. അവിടെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർക്കുണ്ട്, വാക്ക് ചെയ്യാനുള്ള പാത്തുണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. സൈക്ലിങ്ങിനുള്ള ഏരിയ ഉണ്ട്, ഫുട്ബോളിനുള്ള ഏരിയ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിഡ്സ് പാർക്കിലേക്കാണ് വന്നത്. അപ്പോൾ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതാണ്. അപ്പോൾ ഒരു ഇതിലൊക്കെ കയറിയേക്കാണ്. അപ്പോൾ ഇത് സിപ്പ് ലൈനാണ് കേട്ടോ. ഇതിൽ കയറാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കും അതാട്ടോ നല്ല ഇഷ്ടമാണ്, നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതേപോലെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കറങ്ങും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തലകറക്കം വരും. പക്ഷെ അവനും കുഴപ്പമൊന്നുമില്ല. അവന് കുറേ നേരം പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. ഇതുപോലെ കറങ്ങുന്ന സാധനങ്ങളാണ് ഇവന് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു പ്ലേ ഏരിയയിൽ നിന്ന് മാറി ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു കുന്നു പോലെ ഏരിയ ഉണ്ട് കേട്ടോ. അവിടേക്ക് കയറി ജസ്റ്റ് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഫുൾ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ സൈക്കിള് സ്കൂട്ടറൊക്കെ കൊണ്ടാണ് വരിക. അപ്പം നമ്മൾ ഈ പുല്ലിക്കൂടെ നടക്കുമ്പോൾ അവർ സൈഡിൽ റോഡുണ്ടാവും, നടക്കാനൊക്കെ ഉള്ളൊരു പാത്തുണ്ട്. അതിൽ സൈക്കിൾ ഓടിക്കാം, സ്കൂട്ടറൊക്കെ ഓടിക്കാം. അപ്പോൾ അതിൽ കൂടെയാണ് കുട്ടികൾ വരാറ്. ഇന്ന് അതെടുക്കാനായിട്ട് ഞങ്ങൾ മറന്നു പോയിട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ് നല്ലതായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെയാണ് കേട്ടോ സൈക്കിളും സ്കൂട്ടറൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരു ഏരിയ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏകദേശം ഒരു 1 hour മാത്രമാണ് നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. പിന്നെ കാറിൽ കുറച്ച് ചിപ്സ്, ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് പുറത്തിറങ്ങിയപ്പം വിശക്കും. വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ വിശപ്പില്ല, പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വിശക്കുണ്ടാവും. അപ്പോൾ ഞാനിത് പുറത്തെപ്പോൾ പോകുമ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചിപ്സോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും ചിപ്സൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു വിശപ്പൊക്കെ അടക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. പിന്നെ നമ്മൾ പോയത് ഹാമിൽട്ടൺ റീറ്റെയിൽ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവർക്ക് തൊട്ടടുത്ത് കുറേ ഷോപ്പുകളാണ്. എല്ലാ ഷോപ്പിലും ഇങ്ങനെ കയറണം. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ടോയ്സ് വാങ്ങിക്കാറില്ല. വീട്ടിൽ കുറേ ടോയ്സായിട്ട് നമുക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ കുറേ നാളിന് ശേഷം പറഞ്ഞതുകൊണ്ട് ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതപ്പം തന്നെ അവർക്ക് ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണ് പുതിയ കാറ് കിട്ടുമ്പോൾ അത് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അടുത്ത ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് തന്നെ അത് ഓപ്പൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഷോപ്പിൽ പോയി കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് വേറെ ഷോപ്പിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങി. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ മോറിസണിൽ പോകേണ്ടി വരും. വെജിറ്റബിൾസും ഫിഷും ഒക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഡിന്നർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ സാധനവും വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുട്ടികൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാൽമണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫിഷ്. ഇത് ഒരു ഓഫറിന് കിട്ടിയതാണ്. അതാണ് ഫുൾ ഫിഷ് വാങ്ങിയത്. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് വാങ്ങാറില്ല, നല്ല റേറ്റാണ് വരുന്നത്. ഇതൊരു ഓഫറിന് കിട്ടിയതുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. എനിക്കിതിൻ്റെ സ്കിന്ന് കളയുന്നതാണ് ഇഷ്ടം കേട്ടോ. ശരിക്കും സ്കിന്ന് കളയാൻ പാടില്ല, പക്ഷേ നമ്മൾ കഴിക്കുമ്പോഴത്തെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കളയാനായിട്ട്. വലിയ ഫിഷ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ കളയുന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഞാൻ വിചാരിച്ച പോലെ കളഞ്ഞു. എന്നിട്ടത് നമ്മൾ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ദിവസം കൊണ്ടെല്ലാം തീരില്ല. അപ്പോൾ 3 ദിവസമായിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർന്നു പോകും. ഫിഷ് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഗ്രില്ല് ചെയ്തില്ല, നമ്മൾ ഫിഷ് ഫ്രൈ ആണ് ചെയ്തത് കേട്ടോ. പിന്നെ ഫിഷ് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഒരു മന്തി റൈസ് റെഡിയാക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ മന്തിക്ക് യൂസ് ചെയ്യുന്നൊരു ചട്നിയാണ്.
തക്കാളിയും പുതിനയിലയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചട്നി. പിന്നെ നമ്മൾ റൈസിന് വേണ്ടിയിട്ട് സാധാരണ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോ പേസ്റ്റാക്കി ഒഴിച്ച് അങ്ങനെ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ മന്തി റൈസിൻ്റെ കറക്റ്റ് റൈസല്ല എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ കോഹിനൂറിൻ്റെ ബിരിയാണി റൈസാണുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആ റൈസ് തന്നെയാണ് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും മന്തി റൈസിനും ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്. അപ്പോൾ റൈസ് ആവുന്നൊരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫിഷും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഭയങ്കര സ്ലോ കുക്കിങ്ങാണ് ചെയ്തത്. പിന്നെ ഈ ഫിഷ് കുക്കായി കിട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ ഇത് വേവാവും. ഒരുപാട് നേരം തീയിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് തട്ടിക്കുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മന്തിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. സാൽമൺ ഫിഷ് ഇങ്ങനെ ചെയ്തിട്ട് റൈസ് ഇങ്ങനെ ആക്കി കഴിക്കാനായിട്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ഖത്തറിലായിരുന്ന സമയത്ത് അവിടെ ഒരു ഫിഷ് മന്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. സൂക്കിൻ്റെ അടുത്തുള്ളത്. ഖത്തറിലുള്ളവർക്ക് അറിയാമായിരിക്കും, നല്ല ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടെ എവിടെയും കിട്ടില്ല. ഇവിടെ മന്തി റൈസും ഇല്ല കേട്ടോ. പക്ഷേ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മന്തി റൈസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.